ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു ഓഡിയോ ബേസ്ഡ് ആയിട്ടുള്ള എപ്പിസോഡാണ്. വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രൊഫക്സ് ഓട്ടോമോട്ടീവ് ഷോപ്പിലാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻവിക്ടോയിൽ, സുസുക്കിയുടെ ഇൻവിക്ടോയിൽ ഒരു ഹൈ ഹാൻഡ് ആയിട്ടുള്ള ഓഡിയോ അപ്ഗ്രഡേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഹൈക്രോസിൻ്റെ ഏകദേശം ടയോട്ട ഹൈക്രോസും സുസുക്കിയിൽ ഇൻവിക്ടോ, അതിലാണ് നമ്മൾ ഹൈ ഹാൻഡ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ടൈം, നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് ടൈം തന്നെ ഇത്രയും ഹൈ ഹാൻഡ് ആയിട്ടുള്ള ഓഡിയോ അപ്ഗ്രഡേഷൻ ഈ വണ്ടിയിൽ വേറെ ഉണ്ടോയെന്ന് അറിയില്ല, എൻ്റെ അറിവിലില്ല. സോ നമ്മൾ ഏകദേശം ഒരു 4 lakhs അപ് ടു 4 lakhs വരുന്ന ഒരു ഓഡിയോ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ A to Z കാരണം എല്ലാ മോഡ്യൂൾ ചെയ്യുന്നുണ്ട്. അത് ഹെഡ് യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് സ്പീക്കേഴ്സ് മാറ്റുന്നുണ്ട്, സെക്കൻഡ് റോ സ്പീക്കേഴ്സ് മാറ്റുന്നുണ്ട്, തേർഡ് റോയിൽ സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ആംബ് വെക്കുന്നുണ്ട്, DSPs വെക്കുന്നുണ്ട്, ഡാമ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സബ് വൂഫേഴ്സ് കയറ്റുന്നുണ്ട്, നല്ല പിന്നെ പ്രോപ്പർ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ ആംബറാഗോ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് സ്ട്രൈറ്റ് ബാക്ക് ടു വീഡിയോ. സോ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുക, അതൊക്കെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുന്നത് ആൽപൈൻ്റെ 3-way സ്പീക്കേഴ്സാണ് ചെയ്യുന്നത്. ട്യൂട്ടേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് കേട്ടോ, ഭയങ്കര വെയിറ്റുള്ള സ്പീക്കേഴ്സാണ്. ഉള്ളിൽ ഏകദേശം ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, വിത്ത് ട്യൂട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം DP653 സീരീസ് വരുന്ന സ്പീക്കേഴ്സാണ് ഫ്രണ്ടിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആൽപൈൻ്റെ DSP ആണ് ചെയ്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ല ഒരു കോസ്റ്റ്ലി ആയിട്ട് DSP ആണ്, നല്ല ഔട്ട്പുട്ടുള്ളൊരു സൗണ്ട് പ്രൊസസ്സർ കൂടിയാണ് ഈ ആൽപൈൻ്റെ ഇത് വന്നിട്ടുള്ളത്. PXC X1208 സീരീസിൽ വരുന്ന ഒരു DSP ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് യൂണിറ്റ് വെക്കുന്നത് മോഡിവർ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹെഡ് യൂണിറ്റാണ് വെക്കുന്നത്. പക്ക നമ്മുടെ ഇൻവിക്ടോനായാലും അതുപോലെ തന്നെ ഇനോവ ഹൈക്രോസിനായാലും ഒക്കെ ഡയറക്റ്റ് ഫിറ്റ്മെൻറ്റ് വരുന്ന വിത്ത് പാനോട് വരുന്ന നല്ല അടിപൊളി ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര പക്ക ഓഡിയോ ഔട്ട്പുട്ടും കിട്ടും, അതുപോലെ തന്നെ വിഷ്വൽ വീഡിയോ ക്വാളിറ്റി നോക്കുമ്പോഴും എല്ലാം പക്കയാണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ തന്നെ കറക്റ്റ് നല്ല നല്ല നോർമൽ ആൻഡ്രോയിഡ് സെറ്റ് പോലെയല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിനിഷിംഗ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കളെല്ലാം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു നമ്മളൊരു ഇത് ആൻഡ്രോയിഡ് സെറ്റാണോ എന്ന് പോലെ ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ നല്ലൊരു സ്പെക്കായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ നമ്മൾ വെക്കാൻ പോകുന്നത് മൊറേലിൻ്റെ മാക്സിമോ 6 Mark III 6.5 ഇഞ്ച് 2-way കോമ്പണന്റ് സ്പീക്കറാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും തേർഡ് റോയിൽ ഒരു 4 ഇഞ്ച് സ്പീക്കറാണ് വെക്കാൻ പോകുന്നത്. DD ബ്രാൻഡിൻ്റെ ഒരു 4 ഇഞ്ച് സ്പീക്കർ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ESX ബ്രാൻഡിൻ്റെ നമ്മൾ ഒരു 5 channel ആമ്പും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൽപൈൻ്റെ സബ് വൂഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രൊഡക്ട്സ്. സോ നമുക്ക് എന്തായാലും ഓരോന്നേ കാണാം. സോ നമ്മൾ ഹെഡ് യൂണിറ്റ് കാണിച്ചു തരാൻ പോവാണ്. നമ്മൾ മോഡിവറിൻ്റെ ഒരു ഹെഡ് യൂണിറ്റാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞു കണ്ടില്ല. നിങ്ങൾക്ക് ഫിറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഡയറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ്, ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല. സോ ഹെഡ് യൂണിറ്റ് കാണാനെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ടച്ചൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് ടച്ച്, അത്യാവശ്യം നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ് വന്നിട്ടുള്ളത്. യൂട്യൂബും കാണണം, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നോർമൽ കാരണം എല്ലാം വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പീഡ് ഇൻഡിക്കേഷൻസ് കാരണം എല്ലാം കാണിക്കും. അത്യാവശ്യം കുറച്ച് എല്ലാം എന്താ പറയുക, കുറച്ച് ഫങ്ഷൻസ് കൂടിയൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ്. പിന്നെ നമ്മൾ മെയിൻലി ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് 3-way കോമ്പൗണ്ട് സ്പീക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇത് മിഡ് ബാസ് സ്പീക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അൽക്കന്താറ മെറ്റീരിയലാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡോറിൽ സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ വർക്ക്സ് എല്ലാം ഓൺ ഗോയിങ് ആണ്, ഏകദേശം എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഫ്രണ്ടിലെല്ലാം നമ്മൾ 3-way കോമ്പൗണ്ട് സ്പീക്കേഴ്സാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയും ഔട്ട്പുട്ടും ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി ബാക്ക് സെക്ഷനിൽ നമുക്ക് സെക്കൻഡ് റോയിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. നമ്മൾ സെക്കൻഡ് റോയിൽ ചെയ്തിരിക്കുന്നത് മൊറേലിൻ്റെ മാക്സിമോ Mark III സീരീസിലെ സ്പീക്കേഴ്സാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്. ട്യൂട്ടർ വന്നിട്ടുണ്ട്, സ്പീക്കറോട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ട്യൂട്ടർ വന്നിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയറിങ്സ് കാണലെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വർക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ട്യൂണിങ് ബാക്കി കാണലെല്ലാം ഇതുണ്ട്. മറ്റേ വയറിങ്സ് എല്ലാം നമ്മൾ പ്രോപ്പറായി ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ബാക്കിലേക്ക് വരാൻ കാണിച്ചു തരാം. നമ്മളതുപോലെ തന്നെ തേർഡ് റോയിൽ കണ്ടില്ല, ചെറിയൊരു 4 ഇഞ്ച് സ്പീക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. DD ബ്രാൻഡിൻ്റെ ചെയ്തിട്ടുണ്ട്. കോയാക്സിൽ സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ സബ് വൂഫർ, ഏകദേശം 10 ഇഞ്ച് സബ് വൂഫറാണ് വന്നിരിക്കുന്നത്. ആൽപൈൻ്റെ അത്യാവശ്യം നല്ല ഔട്ട്പുട്ടുള്ള ഒരു സബ് വൂഫറാണ്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ESX ബ്രാൻഡിൻ്റെ 5 channel ആമ്പാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടൊരു ആംപ്ലിഫയർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 5 channel ആമ്പാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് നമ്മുടെ ആൽപൈൻ്റെ DSP വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല അത്യാവശ്യം നല്ല
എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ നല്ല ഓഡിയോ നമുക്ക് അപ്ഡേഷനൊക്കെ നല്ലൊരു പറ്റിയ DSP ആണ്. ഒത്തിരി എക്സ്പെൻസീവാണ്. ഇത് കറക്റ്റ് നമ്മൾ ഈ സ്പേസിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു റാക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്കുകളൊന്നും കഴിഞ്ഞില്ല, ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ശരിക്കും ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ കണ്ടില്ലേ കറക്റ്റ് ഇതിനുള്ളിൽ കറക്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ചില്ലറ ഇങ്ങനത്തെ വർക്കുകൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ട്യൂണിങ് കൂടി ബാക്കിയുണ്ട്. സിസ്റ്റംസ് എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് ശരിക്കും എക്സ്പീരിയൻസ് ശരിക്കും നിങ്ങൾക്ക് അത്ര ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മൾ വീഡിയോ കൂടെ കാണുമ്പോൾ. കാരണം ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ തമാശ പറഞ്ഞതല്ല, കാരണം അത്രയും നമ്മൾ നോർമലി നമ്മുടെ വണ്ടിയിൽ ഒരു ബേസിക് ആയിട്ട് നമ്മൾ സ്പീക്കർ മറ്റ് സബ് വൂഫർ ഉണ്ട്. പക്ഷേ ഇത്രയും ട്യൂൺ ചെയ്ത് DSP ട്യൂൺ ചെയ്ത് നല്ല സെറ്റപ്പോടെ കേൾക്കുമ്പോൾ നമുക്ക് ഓരോ വോക്കൽസ് വരെ നമുക്ക് വോക്കൽസ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ ബീറ്റായാലും നമുക്കിങ്ങനെ സെപ്പറേറ്റ് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഒരു സെൻറ്ററിൽ നിന്ന് വരുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. ശരിക്കും അത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫീല് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വേറൊരു മൂഡാണ്. സോ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.